നമസ്കാരം ഗായ്സ്. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബ് ആണ് നമുക്ക് അടുത്തടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ വന്ന് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് ശരിക്കും കഴിഞ്ഞാൽ. അപ്പോൾ ഐഫോണിൽ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ആൻഡ്രോയിഡിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഐഫോണിൽ ഉണ്ടായിരുന്നില്ല എന്ന് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നമ്മൾ വന്ന് റിംഗ് ടോൺ സെറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഐഫോണിൽ ഒരു റിംഗ് ടോൺ, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, നമുക്ക് ഇഷ്ടമുള്ള ട്യൂണ് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഴയ കീപാഡിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിലുള്ള റിംഗ് ടോൺ മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട്, ഏത് സോങ് ആയാലും ഏതായാലും ശരി, നമുക്ക് റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഐഫോണിൽ. അതെങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പോവാം. നമ്മൾ റിംഗ് ടോൺ സെറ്റ് ചെയ്യേണ്ട ആദ്യം വേണ്ടത്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗാരേജ് ബാൻഡ് പറഞ്ഞ ആപ്പാണ് വേണ്ടത്. അത് നമ്മൾ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഗാരേജ് ബാൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരെ ആയിരിക്കും, ആപ്പ് വരെ ആയിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആപ്പ് കാണിക്കായിരിക്കും. അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ റെക്കോർഡ് പറഞ്ഞ സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഓഡിയോ റെക്കോർഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇതിൽ വന്ന് നമ്മൾ ഡീഫോൾട്ടായിട്ട് ഇവിടെ ഒരു സിമ്പിൾ കണ്ടാൽ അറിയായിരിക്കും, നമുക്ക് ഒരു ബ്ലൂയിഷ് കളർ ഉണ്ടാവും. അത് ആദ്യം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വേറെ കാര്യം, നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ അടിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബ്രിക്ക് പോലത്തെ ഒരു സംഭവമില്ലേ, ഈ മേലത്തെ ടോപ്പിൽ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഏകദേശം നമ്മൾ 1 to 8 വരെ കാണിക്കുന്നുണ്ടാവും. നമ്മൾ വന്ന് നമുക്ക് 30 സെക്കൻഡ് അല്ല സോങ് ഒക്കെ റിംഗ് ടോൺ ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ അടിയിൽ സൈഡിൽ പ്ലസ് മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയെങ്കിൽ 8 ബാർ പറഞ്ഞ സംഭവം വരും. ആ 8 ബാർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുക, അത് നമ്മൾ 30 ആക്കുക. 30 ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഓട്ടോമേഷൻ ഓഫ് ആണെന്ന് ഒന്ന് നോക്കി വയ്ക്കുക. അവിടെ ഓഫ് ആണെങ്കിൽ ഓക്കെ, ഡൺ ആണ്. ഇപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇതിൽ പാട്ട് ഇൻസെർട്ട് ചെയ്യണം. ഈ പാട്ട് ഇൻസെർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ആദ്യം പരിപാടി നോക്കിയെങ്കിൽ, നമ്മൾ ഇവിടെ നോക്കിയെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഒരു സിമ്പിൾ പോലെയല്ലേ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആപ്പിൾ ലൂപ്പ് ഫയൽ ഉണ്ടാവും, ഫയൽ സെലക്ട് ചെയ്യുക. നമ്മൾ വന്ന് ഏതെങ്കിലും പാട്ട് 30 സെക്കൻഡിൻ്റെ പാട്ട് എന്തെങ്കിലും നമ്മൾ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. എന്താ വേണ്ടത് പറഞ്ഞാൽ ഏത് സോങ്ങാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് തോന്നുന്നത്, ആ സോങ് വന്ന് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വന്ന് നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക, ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഓൾറെഡി ആ 30 സെക്കൻഡ് സോങ് വന്ന് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗസ് ഐറ്റം ഫോർ ദ ഫയൽ ആപ്പില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞു. ഇതിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റ്, ഈ സോങ്ങിൻ്റെ ഫോർമാറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ചെയ്താൽ മാത്രം അത് ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് വന്ന് ഞാൻ ഇപ്പോൾ MP3 ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് സപ്പോർട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ സോങ് ഇതിൽ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇതിൽ വന്ന് ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മ്യൂട്ടായിരിക്കും. ഇത് എനിക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോപ്പിറൈറ്റ്സിൽ ക്ലെയിം വരും ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്ത് ഇട്ടതും വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാനത് ഈ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നത്. ഇത് സോങ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കേണ്ട ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ സോങ്സ് പറഞ്ഞവരുണ്ടാവും, അതിൽ ഉള്ളിലേക്ക് അത് സേവ് ആവും. അത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റിംഗ് ടോൺ എന്ന് പറഞ്ഞ സംഭവം കാണിക്കും. അപ്പോൾ റിംഗ് ടോണിൻ്റെ ഉള്ളിൽ പോവുക. റിംഗ് ടോണിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മൈ സോങ് 2 എന്ന് പേരുണ്ടാവും, അത് റീ എഡിറ്റ് ചെയ്യുക.
അതങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും പേരായിട്ട് വരാം നമ്മുടെ റിംഗ് ടോണിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ടിൻ്റെ ലൈന് ഇട്ടാലും മതി. അപ്പം ഞാൻ ഈ പാട്ടിൻ്റെ ലൈനാണ് ഇടുന്നത്, റെയിലിൻ ഒലികൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് സോങ് ആസ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിൽ റിംഗ് ടോൺ അത് സെറ്റായി ഉണ്ടാവും. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് സൗണ്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം ഒന്നുകൂടി. ഇതോ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും. ഓക്കെ, അങ്ങനെ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആരെങ്കിലും ഐഫോൺ യൂസർ ഉണ്ടെങ്കിൽ അവർക്കൂടിയും ഈ വീഡിയോ ഷെയർ ചെയ്യാം, എങ്ങനെയാണ് പാട്ട് സെറ്റ് ചെയ്യേണ്ടത്, റിംഗ് ടോൺ സെറ്റ് ചെയ്യേണ്ടത് അറിഞ്ഞിട്ട്. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം. അതുവരെയും സീ യു, ഗുഡ് ബൈ.